നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. അതിന് മുൻപ് തന്നെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ഒന്ന് സംഭവിച്ച് നമുക്ക് നോക്കാം. നിഫ്റ്റിനെ കുറിച്ചും ബാങ്ക് നിഫ്റ്റിനെ കുറിച്ചും ഫിൻ നിഫ്റ്റിനെ കുറിച്ചും നമ്മൾ ലോവർ ലെവലിൽ സൂചിപ്പിച്ചിരുന്നു. ലോവർ ലെവലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് മാനേജ് ചെയ്യേണ്ട രീതി, അതായത് തന്നിരിക്കുന്ന ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു പ്ലാൻ. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഹയർ ലെവലിൽ നിന്നുള്ള ഒരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി റൈറ്റ് റിവേഴ്സ് ആയപ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതിനുശേഷം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ, അപ്പോൾ നിഫ്റ്റിയിൽ ഇന്നത്തെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് തന്നെ ഷോർട്ട് സെല്ലിനായിരുന്നു സാധ്യത. കാരണം സപ്പോർട്ടിന്റെ ഒരു താഴെയായിരുന്നു, അതായത് റെസിസ്റ്റൻസിന്റെ ഒരു താഴെ സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു. അതിനുശേഷം തന്നിരുന്ന സപ്പോർട്ടുകളൊക്കെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തു. പക്ഷേ ഈ ഒരു സപ്പോർട്ട് നമ്മൾ മാനേജ് ചെയ്യേണ്ട രീതി നമ്മൾ പറഞ്ഞിരുന്നത് തിരിച്ച് ഇതിന്റെ മുകളിലോട്ട് കയറുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ നമ്മളത് പ്ലാൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ മാത്രമാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതായത് ഈ ഒരു സപ്പോർട്ടിൽ ഇങ്ങനത്തെ ഒരു സപ്പോർട്ട് ലെവലാണ് നമ്മൾ ഇതേ രീതിയിലുള്ള ഒരു പ്ലാൻ നമ്മൾ അത് അപ്ലൈ ചെയ്യാറ്. അപ്പോൾ ഓരോ ദിവസം മാർക്കറ്റിൽ നൽകുന്ന ഒരു പ്ലാനുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഈ ഒരു ലെവലിലൊന്ന് അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ആയാലും നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്നത് 21,990. അവസാനത്തെ ഒരു സെക്ഷനിലായാലും നിഫ്റ്റിയിലായാലും വലിയൊരു ബൗൺസ് നടത്തിക്കൊണ്ട് റെസിസ്റ്റൻസിന്റെ താഴെയാണ് 22,130. നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത് 22,100, 130. ഇതാണ് ഹയർ ലെവലിലെ സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ നിഫ്റ്റി ആയാലും ഇന്ന് സംഭവിച്ചിരിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിന് ഒരു ബൗൺസ് ചെയ്തു. ഹൈലി ഒരു വോളറ്റൈൽ ആയിരുന്നു, സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിൽ എത്തിയിട്ടാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് നിഫ്റ്റി നിലനിൽക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. നിഫ്റ്റിയെ പോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയൊക്കെ ഒന്ന് വന്നിരിക്കുന്ന ഒരു ലോ എക്സാക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എത്രയാണ് ബാങ്ക് നിഫ്റ്റി വന്നിരിക്കുന്ന ലോ, നമ്മൾ എത്രയാണ് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട്. ഇപ്പോൾ 46,980 ആ റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റി ലോ വന്നിരുന്നത്. പക്ഷെ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് റൈറ്റ് സപ്പോർട്ട് കൂടെ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഈ സപ്പോർട്ടിൽ നിന്ന് ബൈ എടുക്കേണ്ട രീതി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ ഇപ്പോഴും ആ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസുമ്പോൾ നമുക്ക് നല്ലൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി. എപ്പോഴും പറയുന്ന ഒരു പ്ലാനുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഓരോ ദിവസത്തെ ഒരു മാർക്കറ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മാർക്കറ്റിന്റെ ഒരു ക്ലോസിങ്ങും മാർക്കറ്റിന്റെ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ അനുസരിച്ചാണ് ഓരോ ദിവസത്തെ ഒരു പ്ലാനുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നിഫ്റ്റിയിലായാലും വരും ദിവസങ്ങളിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ലോവർ ലെവലിൽ സപ്പോർട്ടിൽ നിന്ന് ഒരു ബൗൺസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ട്രെൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ബൈ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത് ഇൻട്രാഡേയിൽ റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്നുള്ള ഒരു ബൗൺസ് മാത്രമാണ് വന്നിരുന്നത്. റൈറ്റ് ഓപ്പർച്യൂണിറ്റിക്കാണ് എപ്പോഴും റൈറ്റ് മൊമെന്റ് എപ്പോഴും കിട്ടുന്നത്. അപ്പൊ നിഫ്റ്റിക്കായാലും ഇപ്പൊ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ലെവൽ തന്നെ, അതായത് 22,100, അതുപോലെ തന്നെ 22,140. ഇതൊരു റേഞ്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുക. അതായത് 22,100 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി 22,100 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 22,030 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 22,100 ഹോൾഡ് ചെയ്തുകൊണ്ട് 22,140 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, 22,100 ആയിരിക്കണം സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യേണ്ടത്. ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ തന്നെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 22,185 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. 22,200 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. 200ന്റെ മുകളിൽ 22,235 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസുകൾ ഉണ്ട്, പക്ഷെ നിഫ്റ്റി ആയാലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിന് മുകളിലേക്കും ക്ലോസിംഗ് നൽകിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് സപ്പോർട്ടിലാണെങ്കിൽ ബൈക്കാണ് കൂടുതൽ സാധ്യത. 22,030 ഹോൾഡ് ചെയ്തുകൊണ്ട് ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 100, 140 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓപ്പൺ ചെയ്യുന്നത് 22,030 താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 21,940 ഇവിടെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 21,940 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. 21,940 താഴെ 21,885 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇതാണ് ലോവർ ലെവലിൽ സപ്പോർട്ട് വരുന്നത്.
ഇപ്പോൾ ഇതിന് ശേഷം ഉള്ളൊരു സപ്പോർട്ടുകളൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ടുകളെ ആക്ട് ചെയ്യുക. ഒരു സപ്പോർട്ടുകളൊക്കെ വർക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ഇൻ കേസ് ഇതിന്റെ താഴത്തേക്ക് വന്നാൽ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഒരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ബൈ സെന്റിമൽ എന്ന് പറയുന്ന രീതിയിലാണ്. ഇപ്പൊ നിഫ്റ്റി അതിനിപ്പോ വരും ദിവസങ്ങളിൽ 21,800 ഒക്കെ താഴത്തേക്ക് ക്ലോസിംഗ് നിലനിർത്തിയാലാണ് കൂടുതൽ വീക്ക്നെസ്. പക്ഷെ നിഫ്റ്റി ഈ സപ്പോർട്ടിൽ നിന്ന് ബൈയേഴ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്. ബൈയുടെ ഒരു മൊമെന്റം മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ റൈറ്റ് റെസിസ്റ്റൻസിന് മുകളിലേക്ക് ഇനി സസ്റ്റെയിൻ ചെയ്ത് നിലനിന്നാലാണ് ഇനി റൈറ്റ് ഒരു മൊമെന്റം മുകളിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. റെസിസ്റ്റൻസുകൾ മനസ്സിലാക്കി വെക്കുക, റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ടുകൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ലോവർ ലെവൽ സപ്പോർട്ട് 47,200 സ്ട്രോങ് സപ്പോർട്ടാണ്. ലോവർ ലെവൽ സപ്പോർട്ടുകൾ എത്തുമ്പോൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സപ്പോർട്ടല്ല, ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ചെറിയൊരു മാറ്റങ്ങൾ സപ്പോർട്ട് റെസിസ്റ്റൻസിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും 47,710 47,850 ഒരു 150 പോയിന്റ് റേഞ്ച് കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ നിഫ്റ്റിയിലും ഈ റേഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 47,710 ഒരു താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇതിനൊരു താഴെ ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം വല്ല ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യും. പക്ഷേ ഈ റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ ബൈ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കിട്ടണമെങ്കിൽ 47,850 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിലെ ബൈര ഓപ്പർച്യൂണിറ്റിയോ വലിയ ടൈം ഫ്രെയിലെ ബൈര ഓപ്പർച്യൂണിറ്റിയോ യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ റെസിസ്റ്റൻസ് 48,000, അതിനുശേഷം 48,250. ഇതൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. 48,000 48,250 റേഞ്ചൊക്കെ. പക്ഷെ റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ബൈര ഓപ്പർച്യൂണിറ്റിയോ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റിയോ കിട്ടിയാൽ മാത്രം യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 47,475. ഈ ഒരു സപ്പോർട്ടിലാണെങ്കിൽ അതായത് ഇവിടെയാണ് ആ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു സപ്പോർട്ടിലാണെങ്കിൽ നമുക്ക് ബൈര ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ഇതിന്റെ താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം ഷോർട്ട്സിന്റെ, പക്ഷെ 200ന്റെ അടുത്ത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ട് എത്തുമ്പോൾ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക ബൈര ഓപ്പർച്യൂണിറ്റിയിൽ നിലനിൽക്കാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലും ഇത്തരം സപ്പോർട്ടുകൾ ഇപ്പൊ ലോവർ ലെവലുള്ള സപ്പോർട്ട് കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കി കഴിഞ്ഞാൽ എക്സാക്ട് ആയിട്ട് നമുക്കത് കിട്ടും. ഫിൻ നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും എക്സാക്ട് ആയിട്ട് എപ്പോഴും ആ റൈറ്റ് സപ്പോർട്ടിൽ തന്നെയാണ് ബൗൺസ് ചെയ്തിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി തുടക്കത്തിൽ ഒരു ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം 21,065 ഇതിന്റെ ഒരു താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്ത് ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ആണ്. മാത്രമല്ല 21,500 ബ്രേക്ക് ചെയ്തു. അതിനുശേഷം നമ്മളൊരു ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നത് അടുത്ത റെസിസ്റ്റൻസ്. ഈ ഒരു സപ്പോർട്ടുകളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഇൻ കേസ് ഇതിന്റെ ഒരു താഴത്തേക്ക് വന്നാലും ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ, അതായത് 21,005 ഇപ്പോഴും പറയുന്ന ഒരു പ്ലാനുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മളൊരു ജസ്റ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് റൈറ്റ് നല്ല ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് മാർക്കറ്റിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ ഓരോ പ്ലാനുകൾ നൽകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഫിൻ നിഫ്റ്റിയിലൊക്കെയും ലോവർ ലെവല് നമ്മൾ നൽകിയിരിക്കുന്നത് ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു പ്ലാനാണ് നമ്മൾ നൽകിയിരുന്നത്. അപ്പൊ ഈ ഒരു ലെവലിൽ നിന്ന് നല്ലൊരു ബൈര ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ അതിനുശേഷമായാലും റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്തു പോയി. അവസാനത്തെ ഒരു സെക്ഷനിൽ വലിയൊരു ബൗൺസും ഫിൻ നിഫ്റ്റി നടത്തിയിട്ടുണ്ട്. ഇപ്പൊ വരും ദിവസങ്ങളിലായാലും ഫിൻ നിഫ്റ്റിനെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നിലനിർത്തേണ്ട സപ്പോർട്ട് 21,230 230 താഴെയാണ് ഓപ്പണിംഗ് ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 330 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈര ഓപ്പർച്യൂണിറ്റി ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ട് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഈ ഒരു റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു റേഞ്ചിലേക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഫിൻ നിഫ്റ്റിയിലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 21,140 സപ്പോർട്ടിലാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ബൈര ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. വീണ്ടും സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് എല്ലാം തന്നെയാണ് സാധ്യത. 21,010 സപ്പോർട്ട് വരുന്നത്. സപ്പോർട്ട് എടുത്തിരിക്കുന്നത് ഇവിടെയാണ്. സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 21,010 ഈ ഒരു ലെവലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന ഈ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഇതിന്റെ ഒരു താഴെയാണെങ്കിലും ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ നിഫ്റ്റി ഹയർ ലെവൽ ആണെങ്കിൽ 21,420 330 മുകളിൽ 21,420.
നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇത്തരം സപ്പോർട്ടുകൾ നോക്കി ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.